ശ്രീ ജവാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജവാദ്, ഇപ്പോൾ ഇന്ന് കോടതിയിൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഇനി സർക്കാരിന് ഇക്കാര്യത്തിൽ നയതന്ത്ര തലത്തിൽ ചെയ്യുന്നതിനൊരു പരിധി ഉണ്ട് എന്നാണ്. അപ്പോൾ ആക്ഷൻ കൗൺസിൽ അവിടെ ആവശ്യപ്പെട്ടത് ഒരു പ്രതിനിധി സംഘം, കാന്തപുരം പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘത്തിന് യമനിലേക്ക് പോകാൻ അനുമതി നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അതായത് സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല, മറ്റ് കുടുംബത്തിനോ കുടുംബം പവർ നൽകുന്ന ഒരാൾക്കോ മാത്രമേ ചർച്ച നൽകാൻ കഴിയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇന്നത്തെ കോടതിയുടെ അപ്ഡേഷൻ എന്താന്നുള്ളതിൽ എനിക്ക് ധാരണയില്ല. നിലവിൽ യമനിൽ നിന്ന് അറിയുന്ന വിവരങ്ങൾ പ്രകാരം കാന്തപുരം ഉസ്താദിന്റെ ശ്രമങ്ങൾ അത് കുറച്ചുകൂടി പ്രോഗ്രസീവായ രൂപത്തിലേക്ക് പോകണമെങ്കിൽ ഉസ്താദിന്റെ പ്രതിനിധി സംഘം യമനിൽ എത്തുമ്പോഴാണ് അതിലൊരു ക്ലാരിറ്റി, ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അപ്പൊ അതിന് ഇവിടെയുള്ള ഭരണകൂടങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉണ്ടാവുകയാണെങ്കിൽ വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് മോചനത്തിലേക്ക് എത്താൻ കഴിയും എന്നാണ് അറിയുന്നത്. ഈ ആക്ഷൻ കൗൺസിലുമായി നിങ്ങൾ കോൺടാക്റ്റിലുണ്ടല്ലോ അല്ലേ? ആക്ഷൻ കൗൺസിലുമായിട്ട് ബന്ധമുണ്ട്. സുഭാഷ് ചന്ദ്രൻ അഡ്വക്കേറ്റ്. ഇന്നിപ്പോ ആക്ഷൻ കൗൺസിലിന്റെ അഭിഭാഷകൻ പറഞ്ഞത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘത്തിൽപ്പെട്ട 2 പേരും ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളായി 2 പേരും, അങ്ങനെ 4 പേർക്ക് ഈ മധ്യസ്ഥ ചർച്ചകൾക്കായി യമനിലേക്ക് പോകാൻ അനുമതി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തലാലിൻ്റെ സഹോദരൻ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അത് അറബിക്കിലൊക്കെയാണ് ഇടുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളൊരു പോസ്റ്റിൽ പോലും പറയുന്നത് അത്തരത്തിലൊരു ചർച്ചകളും നടക്കുന്നില്ല, ഞങ്ങൾക്ക് അത്തരം ഒരു ചർച്ചകൾക്കും ഞങ്ങൾ വഴങ്ങുന്നില്ല എന്നൊരു നിലപാട് ഇന്നും ഉണ്ട് എന്നാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ചില ആളുകൾ അവിടെയുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളൊക്കെ ഇവിടെ പരിചയപ്പെടുത്തിയിരുന്നു. മലയാളത്തിൽ അടക്കം പോസ്റ്റുകൾ വരുന്ന അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവര് ഇവിടെയുള്ള ചില ആളുകൾ, ഞാനിപ്പോ ആ വ്യക്തികളുടെ പേരുകളൊക്കെ പരാമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അവര് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഈ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള ഷെയ്ഖ് അബൂബക്കർ അഥവാ കാന്തപുരം ഉസ്താദിന്റെ ആളുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ യമനികള് പ്രാകൃത ജീവികളാണ്, കാട്ടറബികളാണ്, നിങ്ങൾ മനുഷ്യപ്പറ്റില്ലാത്തവരാണ് എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊക്കെയാണ്. എനിക്ക് ഒരു നിമിഷം തരാമോ ശ്രീ ജവാദ്? ഇപ്പോ ഇന്ന് കോടതിയിൽ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ സംസാരിക്കുന്നുണ്ട്. दिया है अभी एयर कोर्ट के सामने रखा है कि एक डेलीगेशन भेजने के लिए अभी 6 मेंबर का डेलीगेशन के लिए हमने कोर्ट को बोला है. 2 मेंबर्स फ्रॉम द पिटिशनर ऑर्गेनाइजेशन निमिषप्रिय इंटरनेशनल एक्शन काउंसिल, 2 मेंबर्स फ्रॉम मरकज ऑफ कांतापुरम अबूबकर मुस्लियार एंड 2 मेंबर्स फ्रॉम गवर्नमेंट ऑफ इंडिया. और इसमें और ये डेलीगेशन जाके उधर ब्लड मनी नेगोशिएशन फैमिली के साथ करने के लिए हम सोच रहे हैं. फिर कोर्ट ने ये डायरेक्शन दिया है हमें सरकार को अप्रोच करने के लिए, और अभी यमन जाने के लिए ट्रैवल बैन है और सरकार को अप्रोच करने के लिए कोर्ट ने डायरेक्शन दिया है. जब हम ये ऐसे एप्लीकेशन सरकार के पास रखेंगे वो पॉजिटिवली कंसिडर करने के लिए आज सुप्रीम कोर्ट ने गवर्नमेंट को डायरेक्शन दिया है. ഇപ്പോൾ സുഭാഷ് പറഞ്ഞതനുസരിച്ച് 6 അംഗ പ്രതിനിധി സംഘത്തെ യമനിലേക്ക് അയക്കണം എന്നൊരാവശ്യം, അതിന് കേന്ദ്രത്തോട് നിർദ്ദേശം നൽകണമെന്നൊരാവശ്യം കോടതിക്ക് മുൻപാകെ ഇന്ന് കോടതിക്ക് മുമ്പാകെ അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായി എന്താണ് ചെയ്യാൻ കഴിയുക എങ്കിൽ അത് ചെയ്യണം എന്ന് കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശ്രീ ജവാദ്, ഇപ്പോ അവിടെയുള്ള ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഞങ്ങളെ കേരളത്തിലുള്ള ചില ആളുകൾ ബന്ധപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമാപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ തലാലിന്റെ സഹോദരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട ID കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ വധശിക്ഷ നീട്ടിവെച്ച വിധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞപ്പോ ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ അന്ന് അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടില്ല എന്ന് നിഷേധിച്ചുകൊണ്ട് ഇത്തരം ഐഡികളിൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതിൽ കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണ് വാസ്തവം എന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ചില തെറ്റിദ്ധരിപ്പിക്കലുകളും ചില വ്യാജ പ്രചരണങ്ങളും ഒക്കെ കേരളത്തിൽ നിന്നുള്ള ആളുകളുടെ ചില താല്പര്യപ്രകാരം നടക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ ദൃശ്യത നൽകാതിരിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.